അങ്ങനെ നമ്മുടെ ബാലൻ ചോദിക്കേണ്ട മിത്രോട്, നീ പണ്ടം വെച്ചത് ആര്യ അറിഞ്ഞിട്ടാണോ എന്ന് ചോദിക്കണ്ടേ. ആര്യനൊന്നും അറിഞ്ഞിട്ടില്ല, ആര്യൻ അറിയാതെയാണ് ഞാൻ പണ്ടം പണയം വയ്ക്കാൻ പോയത് എന്നൊക്കെ പറയണ്ട. ആ സമയത്ത് നമ്മുടെ അച്യുതൻ പറയുന്നുണ്ട്, ഓ നീ പിടിക്കപ്പെട്ട ഇവിടെ ഉള്ളവർ നിന്നോട് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടാവൂല്ലേ ഇങ്ങനെ പറയണമെന്ന് പറയണ്ട. ആ സമയത്ത് എന്നെ ആരും പറഞ്ഞ് പഠിപ്പിച്ചതല്ല, ഇവിടെ ഉള്ളവർക്ക് ആർക്കും അറിയില്ല ഞാൻ പണ്ടം പണയം വയ്ക്കാൻ പോയത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ആ സമയത്ത് ആകാശം പറയുന്നുണ്ട്, നീ എന്തിനാ ഞങ്ങളെ ഇങ്ങനെ നാണം കെടുത്തിയത്, നിനക്ക് പണ്ടം കിട്ടിച്ച് അപ്പം തന്നെ അവർക്ക് തിരിച്ചു കൊടുക്കായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഗോമതി വന്ന് പറയുന്നുണ്ട്, മോളെ നിനക്ക് പണ്ടം നിൻ്റെ കയ്യിൽ കിട്ടിച്ച് അവരുടെ മുഖത്തേക്ക് എറിഞ്ഞു കൊടുക്കായിരുന്നില്ലേ, എന്തിനാ നീ പണ്ടം പണയം വെച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ മിത്ര എല്ലാം തുറന്ന് പറയുന്നുണ്ട്, അവൾക്ക് വിഷമം വന്നിട്ട് എല്ലാം തുറന്ന് പറയുന്നുണ്ട്. അവളുടെ കല്യാണം എങ്ങനെ ഗുരുവായൂർ വെച്ച് സംഭവിച്ചതെന്നും അവൾ പണ്ടം പണയം വെച്ചത് എന്തിനാ വേണ്ടിയിട്ട് ആര്യനെ ട്രാവൽസ് തുടങ്ങാൻ വേണ്ടിയിട്ടാണെന്നും എല്ലാ സത്യങ്ങളും തുറന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഓ നീ ഇങ്ങനെയാണോ നീ ആര്യനെ കല്യാണം കഴിച്ചത്, നീ ഞങ്ങളോട് പറയായിരുന്നില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശി. എന്തായാലും ഇതൊക്കെ അപ്പുറത്ത് നിന്ന് നമ്മുടെ മിത്രയുടെ അച്ഛൻ എല്ലാം കേൾക്കുന്നുണ്ട്. ആ സമയത്ത് അച്യുതൻ വേഗം പോയിട്ട് പറയുന്നുണ്ട്, ഏട്ടാ അവൾ പറയുന്നത് മുഴുവനെ കള്ളത്തരാണ്, അവളെ വിശ്വസിക്കേണ്ടെന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മുടെ ഏട്ടൻ പറയുന്നുണ്ട്, നീ ഒന്ന് നിർത്ത അച്യുതാന്ന് പറയുന്നുണ്ട്. എന്നിട്ട് എന്തായാലും മിത്രയെ നോക്കിയിട്ട് വല്ലാതെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. പാവ എൻ്റെ കുട്ടി എത്രമാത്രം അനുഭവിച്ചു എന്നൊക്കെ വിചാരിച്ചിട്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.